പാലക്കാട്ടിലെ ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് ഒരു യുവാവ് താമസിച്ചിരുന്നു. ആഷിഖ്. 20 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ ഭാരം കാരണം അവൻ്റെ മുഖത്ത് 40 വയസ്സിൻ്റെ ക്ഷീണം തോന്നിപ്പിച്ചിരുന്നു. അവൻ്റെ ഉമ്മ ആയിഷ ക്യാൻസറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 17 വയസ്സുള്ള സഹോദരി സഫ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഡോക്ടറാകണമെന്നായിരുന്നു ആ മോളുടെ സ്വപ്നം. 3 വർഷം മുന്നേ ഒരു ആക്സിഡന്റിൽ അവരുടെ ഉപ്പ മരിച്ചു. അന്നു മുതൽ ആഷിഖായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. ആഷിഖിന്റെ ഓരോ ദിവസങ്ങളും ഒരു യന്ത്രം പോലെയായിരുന്നു. പകൽ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. രാത്രി ഓട്ടോ ഡ്രൈവറായി. ഇടയ്ക്ക് ഓൺലൈൻ കോളേജ് ക്ലാസുകൾ. ഉറക്കമില്ല. മുഖം വിളറി, കൈകൾ വിറക്കുന്നു. പോക്കറ്റിലുള്ള അവസാന ചില്ലറകൾ എണ്ണുന്നു. ഉമ്മയുടെ മരുന്നുകൾക്ക് വലിയ തുക വേണം. സഫയുടെ സ്കൂൾ ഫീസ് കെട്ടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കടക്കാർ വിടാതെ പിന്തുടരുന്നു. ജീവിതം ആഷിഖിന് ഒരു തടവറയായി മാറി. ഒരു ഉച്ചനേരം ആഷിഖ് ഒരു ചെറിയ ചായക്കടയിൽ കയറി. പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലറ തപ്പുമ്പോൾ ആരോ അവനെ നോക്കുന്നതായി അവന് തോന്നി. തല ഉയർത്തിയപ്പോൾ ആഡംബര വസ്ത്രം ധരിച്ച ഒരു വൃദ്ധ സ്ത്രീയെ കണ്ടു. കറുത്ത അബായ, വജ്രം പതിച്ച ഹിജാബ് പിൻ, ആഴമുള്ള കണ്ണുകൾ. അവർ ആഷിഖിനെ തന്നെ നോക്കുകയാണ്, ഒരു രഹസ്യം വായിക്കുന്നത് പോലെ. "നീ ആഷിഖ് അല്ലേ?" അവർ ശാന്തമായി ചോദിച്ചു. ആഷിഖ് നെട്ടി. "അതെ, ഞാൻ തന്നെ. നിനക്കെന്നെ അറിയാമോ? ഞാൻ സഫിയ റഹ്മാൻ, ഒരു ബിസിനസ് വനിത. നിന്റെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടും എനിക്കറിയാം. ഉമ്മയുടെ രോഗം, സഹോദരിയുടെ പഠിത്തം. എനിക്കെല്ലാം മാറ്റാൻ കഴിയും." ആഷിഖിനൊന്നും മനസ്സിലായില്ല. അവൻ ചോദിച്ചു, "എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?" സഫിയ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, "എന്നെ വിവാഹം കഴിക്കൂ." ആഷിഖ് ചിരിച്ചു. ഇത് തമാശയാണെന്നു കരുതി. 70 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന സഫിയ ആരോഗ്യവതിയാണ്. സഫിയ പറഞ്ഞു, "ഞാൻ തമാശ പറയുന്നതല്ല. എന്നെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ കടങ്ങൾ ഞാൻ വീട്ടും. നിന്റെ ഉമ്മാക്ക് മികച്ച ചികിത്സ, സഫയുടെ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ഞാൻ ഏറ്റെടുക്കും. നിന്റെ രാത്രി ഷിഫ്റ്റുകൾ, ടെൻഷൻ ഇതൊക്കെ അവസാനിക്കും. ഒരു വ്യവസ്ഥ മാത്രം. എൻ്റെ നിബന്ധനകൾ നീ അനുസരിക്കണം." ആഷിഖിന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. "നിങ്ങൾക്ക് വട്ടാണോ? എന്തിനാ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത്?" സഫിയുടെ കണ്ണുകൾ തിളങ്ങി. "ഒരു കാലത്ത് ഞാൻ നിന്നെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു. ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ ആരും കൂടെയില്ല. നീ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. നിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടില്ല. നിനക്ക് നിന്റേതായിട്ടുള്ള ജീവിതം ഉണ്ടാകും." അവിടെ നിന്ന് ഇറങ്ങിയ ആഷിഖിന്റെ മനസ്സ് സംശയത്തിലായിരുന്നു. സഫിയയുടെ വാക്കുകൾ അവന്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഉമ്മയുടെ വേദന, സഫയോട് സ്കൂൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പറയേണ്ട അവസ്ഥ എല്ലാം അവനെ തളർത്തി. ഒരു വൈകുന്നേരം ആഷിഖ് സഫിയയുടെ വീടിന്റെ മുന്നിൽ എത്തി. അവൻ അവരോട് പറഞ്ഞു, "ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യാം." ഒരാഴ്ചക്കുള്ളിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയായി. ഒരു ലളിതമായ വിവാഹ ചടങ്ങ്. ചുരുക്കം ചില സാക്ഷികളുടെ സാന്നിധ്യത്തിൽ. ആഷിഖ് ഇപ്പോൾ ഔദ്യോഗികമായി സഫിയ റഹ്മാനിന്റെ ഭർത്താവാണ്. ആ പ്രദേശത്തെ ഏറ്റവും ധനികയായ സ്ത്രീ. സഫിയയുടെ വീട് ഒരു സ്വപ്നലോകം പോലെയായിരുന്നു. പക്ഷേ ആ ആഡംബരത്തിനിടയിലും ആഷിഖിനൊരു ശൂന്യത അനുഭവപ്പെട്ടു. വീട്ടിൽ ഒരു വിചിത്രമായ നിശബ്ദത. ജോലിക്കാർ നിഴലുകളെ പോലെ നീങ്ങുന്നു. എല്ലാവരും സഫിയക്ക് മുന്നിൽ വിനയത്തോടെ നിൽക്കുന്നു. പക്ഷേ ഈ തിളക്കത്തിനു പിന്നിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. വീടിന്റെ 2ാം നിലയിൽ ഒരു വലിയ വാതിൽ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുന്നു. കാവൽക്കാരുടെ നിരീക്ഷണത്തിൽ. ആരും ആ വാതിലിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ആഷിഖിന് അവിടെ എല്ലാം ലഭിച്ചു. സ്വന്തം മുറി, പുതിയ വസ്ത്രങ്ങൾ, ആവശ്യമുള്ളതെന്തും. പക്ഷേ സഫിയയും അവനും തമ്മിൽ ഒരു അദൃശ്യമായ മതിലുണ്ടായിരുന്നു. ഓരോ രാത്രിയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. സഫിയ അവന്റെ വിശേഷങ്ങൾ ചോദിക്കും. പക്ഷേ അവരുടെ ബന്ധം അതിനപ്പുറം പോകുന്നില്ല. സഫിയ എപ്പോഴും ഒരു ദൂരം പാലിക്കുന്നു. ആ പൂട്ടിയ വാതിൽ ആഷിഖിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഓരോ തവണ അതിന്റെ മുന്നിലൂടെ നടക്കുമ്പോഴും അത് അവനോടെന്തോ പറയുന്നത് പോലെ തോന്നി. ഒരു രാത്രി ആഷിഖ് അത് മെല്ലെ തുറക്കാൻ നോക്കി. പെട്ടെന്നൊരു കാവൽക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. "സർ, ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അനുവാദമില്ല." "എന്തുകൊണ്ട്?" ആഷിഖ് ചോദിച്ചു. ഉത്തരമൊന്നും കിട്ടിയില്ല. ഒരു ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ ആഷിഖ് ആ വാതിലിന്റെ പിന്നിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദം. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ സഫിയ?
ഈ വാതിലിന്റെ പിന്നിൽ എന്താണ്? ആ ശബ്ദങ്ങൾ കേട്ട രാത്രി മുതൽ ആഷിക്കിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആഡംബര കിടക്കയിൽ കിടന്നാലും അവന്റെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ടായിരുന്നു. സഫിയ വാഗ്ദാനം ചെയ്ത പോലെ ഉമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. സഫയുടെ സ്കൂൾ ഫീസ് മുഴുവൻ വീട്ടി പുതിയ ലാപ്ടോപ്പും പഠനമേശയും വാങ്ങിക്കൊടുത്തു. ആഷിക്കിന്റെ കുടുംബം ഈ അത്ഭുതത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ ആഷിക്കിന്റെ മനസ്സ് ശാന്തമല്ല. സഫിയ മാറ്റമില്ലാതെ തുടർന്നു. അവർ മറ്റുള്ളവരോടൊപ്പം നമസ്കരിക്കാറില്ല. എപ്പോഴും ആ പൂട്ടിയ മുറിക്കടുത്തുള്ള ഒരു മുറിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. ആഷിഖ് ആ മുറിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം ജോലിക്കാർ ഒരേ ഉത്തരം ആവർത്തിക്കും. സർ, അവിടെ മാഡത്തിന്റെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ആഷിക്കിന് തോന്നി താനൊരു സ്വർഗക്കൂട്ടിൽ അടക്കപ്പെട്ട രാജകുമാരനാണെന്ന്. ഒരു വൈകുന്നേരം വീടിന്റെ മുറ്റത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 19 വയസ്സുള്ള മീര എന്ന യുവതി അവന്റെ അടുത്തെത്തി. സഫിയയുടെ പേഴ്സണൽ സഹായിയായ മീര ആഷിഖിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഏക വ്യക്തിയായിരുന്നു. എല്ലാം ഓക്കെ ആണോ സർ? മീര മൃദുവായി ചോദിച്ചു. മീര, ദയവ് ചെയ്ത് സത്യം പറ, ആ പൂട്ടിയ മുറിയിൽ എന്താണ്? മീരയുടെ മുഖം വിളറി. ക്ഷമിക്കണം, എനിക്കറിയില്ല. നിന്റെ കണ്ണുകളിൽ അത് വ്യക്തമാണ്, നിനക്കറിയാം, ആഷിഖ് മെല്ലെ പറഞ്ഞു. മീര ഒരു നിമിഷം മടിച്ചു, പിന്നെ മന്ത്രിച്ചു. ദയവ് ചെയ്ത് ചോദിക്കരുത്, എനിക്കെന്റെ ജോലി നഷ്ടപ്പെടും. ആഷിഖ് അവളെ നിർബന്ധിച്ചില്ല. പക്ഷേ മീരയുടെ വാക്കുകൾ അവന്റെ കൗതുകം വർദ്ധിപ്പിച്ചു. അന്ന് രാത്രി അവൻ മീരയെ വീണ്ടും കണ്ടു. വീടിന്റെ അടുക്കളയിൽ, ആരും കേൾക്കാത്തിടത്ത്. മീര, സഫിയ സമ്മതിച്ചാൽ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നെ അറിയിക്കാമോ? മീര വീണ്ടും മടിച്ചു. പക്ഷേ അവസാനം തലകുലുക്കി. 2 രാത്രികൾ കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിൽ നിശബ്ദമായപ്പോൾ മീര ആഷിഖിന്റെ മുറിക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ മുറിയിൽ ഒറ്റയ്ക്കാണ്. നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ആഷിഖിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. മുഖം കഴുകി നീലവസ്ത്രം ധരിച്ച് വീടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ നടന്നു. പഴയ കുടുംബ ചിത്രങ്ങൾ ഭിത്തിയിൽ അവനെ നോക്കുന്നതുപോലെ. സഫിയയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. കയറി വാ, ശാന്തമായ ശബ്ദത്തിൽ സഫിയ പറഞ്ഞു. നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, അവർ പറഞ്ഞു. വരാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആഷിഖ് മെല്ലെ പറഞ്ഞു. സഫിയ മെല്ലെ എഴുന്നേറ്റു. ഒരു പഴയ ഫോട്ടോ എടുത്ത് ആഷിഖിന് നൽകി. 1980കളിലെ വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ. ആഷിഖിനെ അത്ഭുതകരമായി സാമ്യമുള്ളവൻ. സഫിയക്കൊപ്പം. ഇത് നിന്റെ അച്ഛൻ സാമുവൽ മാലിക്. നിന്റെ ഉമ്മയെ വിവാഹം കഴിക്കുന്നതിന് വളരെ മുമ്പ് ഞാൻ അവനെ പരിചയപ്പെട്ടു. ആഷിഖിന്റെ ശ്വാസം നിന്നു. നിങ്ങൾക്കെങ്ങനെ എന്റെ ഉപ്പാനെ അറിയാം? സഫിയയുടെ ശബ്ദം വിറച്ചു. അവൻ എന്റെ ജീവിതത്തിലെ ആദ്യ പ്രണയമായിരുന്നു. എന്റെ ഭർത്താവ് മരിച്ച ശേഷം സാമുവൽ എന്നോട് ദയ കാണിച്ചു. ഞാനത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ അവനോട് വിവാഹം ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചിരിച്ചു. ഞാനൊരു ധനിക വിനോദം മാത്രമാണെന്ന് പറഞ്ഞു. സഫിയ മുഖം തിരിച്ചു. ശബ്ദം കടുപ്പമായി. ആ അപമാനം എന്നെ തകർത്തു. ആ വേദന ഞാൻ മറച്ചുവെച്ചു. പിന്നെ ഞാൻ നിന്നെ കണ്ടു. നീ അവന്റെ പകർപ്പാണ്. ആഷിഖ് എഴുന്നേറ്റു. അപ്പോൾ ഈ വിവാഹം ഒരു പ്രതികാരമായിരുന്നോ? സഫിയ അവനെ നോക്കി. ആദ്യം അതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചു, നിന്റെ ഉപ്പാനെ പോലെ. പക്ഷേ നീ വ്യത്യസ്തനാണ്. നീ എന്നോട് ബഹുമാനത്തോടെ പെരുമാറി. ഞാൻ അർഹിക്കാത്ത ദയ കാണിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ആഷിഖ് ഞെട്ടി പിന്നോട്ട് മാറി. ഇത് ഭ്രാന്താണ്. സഫിയ മെല്ലെ നടന്നു. കൈ ഹൃദയത്തിൽ വെച്ചു. ഹൃദയത്തിന് യുക്തി അറിയില്ല ആഷിഖ്. വേദനയും അറിയില്ല. നീണ്ട തീവ്രമായൊരു നിശബ്ദത. ആ വാതിലിനു പിന്നിൽ എന്താണ്? ആഷിഖ് ചോദിച്ചു. സഫിയ ഒരു ആഴമുള്ള ശ്വാസമെടുത്തു. ആ സത്യം നീ അറിയാൻ സമയമായി. അവർ ഒരു ചാവിയെടുത്ത് ആഷിഖിനു നൽകി. നാളെ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വാ. ചോദ്യങ്ങളോ ആരോപണങ്ങളോ വേണ്ട. നിന്റെ ഹൃദയമായി മാത്രം വാ. ആ രാത്രി ആഷിഖിന് ഉറക്കം വന്നില്ല. അവന്റെ ഉപ്പാനെ കുറിച്ച് നടന്നത് അവനെ ഞെട്ടിച്ചു. ആ താക്കോൽ കയ്യിൽ വെച്ച് അവൻ ചിന്തിച്ചു. ഇത് ഒരു വാതിലിന്റെ മാത്രം താക്കോലല്ല, ഇത് ഒരു സത്യത്തിന്റെ താക്കോലാണ്. അടുത്ത രാത്രി വീട് നിശബ്ദമായപ്പോൾ ആഷിഖ് ആ വാതിലിന്റെ മുന്നിൽ നിന്നു. ഇരുട്ടിൽ ഒരു പഴയ ക്ലോക്കിന്റെ ശബ്ദം മാത്രം. താക്കോൽ തിരുകി ക്ലിക്ക് ശബ്ദത്തോടെ വാതിൽ തുറന്നു. ഒരു തണുത്ത കാറ്റടിച്ചു.
മങ്ങിയ സ്വർണ്ണ വെളിച്ചം, പൊടി നിറഞ്ഞ വായു. മുറിയുടെ ഒരറ്റത്ത് ഒരു ആഡംബരത്തടി അലമാര, മങ്ങിയ പ്രാർത്ഥനാപായ, നടുവിൽ ഒരു മേശ, അതിൽ കവറിൽ ഒരു ഫയൽ, അതിൽ ഡസൻ കണക്കിന് ഫോട്ടോകൾ. സഫിയയുടെ യൗവനകാലം, യാത്രകൾ, ചിരികൾ. പക്ഷേ ചില ഫോട്ടോകളിൽ അവന്റെ ഉപ്പ സാമുവൽ ഉണ്ടായിരുന്നു. ഒരു പിക്നിക്കിൽ, ഒരു പാർക്കിൽ സഫിയയുടെ കൈ പിടിച്ച്. ഫോട്ടോകൾക്ക് താഴെ 30 വർഷം പഴക്കമുള്ള കൈയെഴുത്തു കത്തുകൾ. ആഷിഖ് ഒരെണ്ണം തുറന്നു. പ്രിയ സാമുവൽ, ഞാൻ വീണ്ടും ട്രെയിൻ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. നീ എന്താണ് വരാത്തത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതല്ലേ? ഇതെല്ലാം നുണയായിരുന്നോ? ഞാൻ നിനക്കു വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. ആഷിഖിന്റെ കയ്യിൽ നിന്ന് കത്തു വീണു. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം. ഞാൻ അവന് ആഴ്ചതോറും കത്തെഴുതി. ആഷിഖ് തിരിഞ്ഞു. സഫിയ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കത്തിനും അവൻ മറുപടി തന്നില്ല. ആഷിഖ് ചോദിച്ചു, എന്തിനാണ് ഈ മുറി പൂട്ടിയത്? സഫിയ പറഞ്ഞു, ഇത് എന്റെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. ആരും ഇത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചത്? എന്തിനാണ് ഈ കെണി? സഫിയ അവന്റെ അടുത്തേക്ക് നടന്നു. ആദ്യം നിന്നെ ശിക്ഷിക്കാൻ. പക്ഷേ നീ നിന്റെ ഉപ്പാനെ പോലെയല്ല. ആഷിഖ്, നീ എന്നെ പഠിപ്പിച്ചു വീണ്ടും സ്നേഹിക്കാൻ. ഇത് സ്നേഹമല്ല സഫിയ, ഇത് കുറ്റബോധമാണ്. അല്ല, ഇത് സ്നേഹമാണ്, സഫിയ ശാന്തമായി പറഞ്ഞു. നിന്നെ നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നെ കാണാൻ മാത്രം. ആഷിഖിന്റെ ശ്രദ്ധ അലമാറയിലേക്ക് തിരിഞ്ഞു. കത്തുകൾക്കിടയിൽ ഒരു എഗ്രിമെന്റ് പേപ്പർ ഉണ്ടായിരുന്നു. 1 മാസം മുമ്പേ എഴുതിയ സഫിയയുടെ വിൽപത്രം. അവരുടെ എല്ലാ സ്വത്തും ആഷിഖിനായിരുന്നു. നീ എല്ലാം എന്റെ പേരിൽ എഴുതിയോ? അതെ, സഫിയ പറഞ്ഞു. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് നഷ്ടപ്പെട്ടൊരു കാര്യം തിരികെ തന്നു, പ്രതീക്ഷ. ആഷിഖിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അറിയില്ല താൻ ദേഷ്യപ്പെടണോ വിഷമിക്കണോ എന്ന്. ഇതെല്ലാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവൻ പറഞ്ഞു. ഈ ഒരു ഒറ്റ രാത്രിയും കൂടി നീ ഇവിടെ നിൽക്കൂ. അവർ മണിക്കൂറോളം സംസാരിച്ചു. ഭർത്താവും ഭാര്യയും എന്ന നിലയിലല്ല, 2 മുറിവേറ്റ മനുഷ്യരെ പോലെ. ഏതാനും ആഴ്ചകൾക്ക് ശേഷം സഫിയ രോഗിയായി. ആഷിഖ് അവരുടെ അടുത്ത് ഇരുന്നു. സഫിയ അവനോട് മന്ത്രിച്ചു, നീ കുറച്ചു ദിവസത്തിന് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നു, നന്ദി. അവർ പുഞ്ചിരിയോടെ കണ്ണടച്ചു.